إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും മനുഷ്യരുടെ നന്മ തിന്മകൾ മനസ്സിലാക്കി അത് മനുഷ്യരെ പഠിപ്പിക്കുവാനും മനുഷ്യരെ നിയന്ത്രിക്കുവാനും വേണ്ടി ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തആല പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം മനുഷ്യർക്കാണ് നിയന്ത്രണം വേണ്ടത് എന്ന്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതുപോലെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനുഷ്യൻ പലപ്പോഴും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാത്തവനാണ്. അവനെയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത്. അവനാണ് നന്മയും തിന്മയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റു മൃഗങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. അവര് ജിബില്ലിയായിട്ട്, പ്രകൃതിയായിട്ട് തന്നെ അവർക്കറിയാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരോഗ്യം നിലനിർത്തണം, എങ്ങനെ അവരുടെ കുടുംബം നോക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവർക്കറിയാം. അവര് കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. ഉറങ്ങാൻ ഒരു സ്ഥലം കിട്ടിയ അവരുറങ്ങും, ഉറങ്ങേണ്ട സമയത്ത് അവരുറങ്ങും. വിശന്നാൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടണം. ഇണ ചേരണമെങ്കിൽ ഇണ ചേരണം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പോയിക്കോളും. മനുഷ്യപ്രകൃതി അങ്ങനെയല്ല. മനുഷ്യപ്രകൃതി പലപ്പോഴും വൈവിധ്യങ്ങൾ സ്വീകരിക്കുന്ന പ്രകൃതിയാണ്. മനുഷ്യന് വിശക്കുമ്പോ ഭക്ഷണം കിട്ടിയാൽ പോരാ. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണം അവൻ ആവശ്യമാണ്. നമ്മൾ വളർത്തുന്ന നായക്ക് എന്നും ഉച്ചക്ക് ഒരു എല്ലും കഷ്ണം കൊടുത്താൽ അത് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്ക് എന്നും ഉച്ചക്ക് ബിരിയാണി കൊടുത്താൽ 2-3 ദിവസം കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ നേരക്ക് ചാടും. ഇതല്ലാതെ വേറൊന്നും ഇല്ലേ ചോദിക്കും. നല്ലത് കൊടുത്താലും അങ്ങനെ തന്നെയാണ്, മോശമായത് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. അവൻ തൃപ്തിപ്പെടൂല. അത് ഉറക്കത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, മറ്റുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ
അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. ഇന്നത് തിന്നരുത്, ഇന്ന പോലെ തിന്നണം, ഇന്നത് കുടിക്കരുത്, ഇന്ന പോലെ കുടിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ. പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്നതിന് അള്ളാഹു തആല അവർക്കൊരു ദൃഷ്ടാന്തം കൊടുക്കും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് അതൊരു വെല്ലുവിളിയോട് കൂടെ നൽകുന്നതാണ് മുഅ്ജിസത്ത്. അത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതിനുകൊണ്ട് നമ്മൾ മുഅ്ജിസത്തിന് സാധാരണ അസാധാരണ സംഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. കറാമത്ത് വേറെയാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മാന്യതയാണ്, ഒരു അവാർഡാണ്, അംഗീകാരമാണ്. അത് വെല്ലുവിളിയില്ല. അത് അള്ളാഹു ചില ആളുകൾക്കൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക്, വലിയകൾക്ക് അള്ളാഹു നൽകുന്ന ചില അസാധാരണമായ കാര്യങ്ങൾ അള്ളാഹു തആല ഇൽഹാമിലൂടെയോ മറ്റോ ഔലിയാക്കൾക്ക് രേഖപ്പെടുത്തി കൊടുക്കും. അത് ഔലിയാക്കളും അള്ളാഹും തമ്മിൽ മാത്രമാണ്. അത് പരസ്യപ്പെടുത്താനുള്ളതല്ല, അത് നോട്ടീസ് അടിക്കാനുള്ളതല്ല, അത് മഖബറയും ജാറവും കെട്ടാനുള്ളതല്ല, അത് വിറ്റ് കാശാക്കാനുള്ളതുമല്ല. മുഅ്ജിസത്തും അങ്ങനെ തന്നെയാണ്. അത് വിറ്റ് കാശാക്കാനുള്ളതല്ല. നീ നബിയാണ് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുമ്പോ അതിന് കൊടുക്കുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അതിന്റെ അർത്ഥം അശക്തമാകുന്നത് എന്ന്. അഅ്ജസ എന്ന് പറഞ്ഞാൽ അശക്തമാക്കി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഉള്ളവരൊക്കെ അശക്തരാക്കിയിരിക്കുന്നു അത് ചെയ്യാൻ. ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ പ്രവാചകന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിനും പ്രത്യേകതയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വന്ന കാലഘട്ടം സിഹറിന്റെ കാലഘട്ടമാണ്. മാസ്മർദിയുടെ മേജിക്കിലൂടെ ജനങ്ങളെങ്ങനെ ആളുകൾ പൊട്ടീസാക്കി നിൽക്കുന്ന കാലത്താണ് മൂസാ നബിയുടെ വരവ്. അപ്പൊ മൂസാ നബിക്ക് കൊടുത്ത ഒരു മുഅ്ജിസത്ത് അതുപോലെയുള്ള ഒന്നാണ്. തന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി നിലത്തിട്ടാൽ അത് പാമ്പായി മാറും. അങ്ങനെയാണല്ലോ വെല്ലുവിളി അവർ ഏറ്റെടുത്തത്. കുറെ ആളുകൾ വടിയും കയറൊക്കെ ഇട്ട് വന്ന് പാമ്പാക്കി മാറ്റി. അതുപോലെ തന്നെ തന്റെ കയ്യ് ജൈബ് മാറിടത്തിലേക്ക് വെച്ച് പുറത്തേക്കെടുത്താൽ നല്ല തിളക്കമുണ്ടാകും, ഒരു സൗന്ദര്യമുള്ള തിളക്കം. അതൊക്കെ ഒരു മേജിക്കാണ്. ഇതിലേറെ വലിയ മേജിക്ക് പണ്ടത്തെ വാഴംകുന്നനും ഇപ്പോഴത്തെ മുതുകാടുമൊക്കെ അദ്ദേഹം നിർത്തി എന്ന് പറയുന്നുണ്ട്. എന്നാലും അവരൊക്കെ കാണിക്കും. അത് മുഅ്ജിസത്തല്ല, അത് കേവലം മാജിക് മാത്രമാണ്, കങ്കട്ടുകൾ മാത്രമാണ്. കയ്യിന്റെ സ്പീഡും പ്രാക്ടീസിന് കൊണ്ട് നേടിയ വേഗതയും കൊണ്ട് നിർമ്മിക്കുന്നതാണ്, അവർ കാണിക്കുന്നതാണ്. പക്ഷെ അതല്ല മുഅ്ജിസത്ത്. വേർതിരിച്ചറിയാൻ ഒരു സംഗതിയുണ്ട്. ഒരു 2 മാസക്കാലം അല്ലെങ്കിൽ പ്രത്യേക ഒരു കോഴ്സിന്റെ കാലഘട്ടം 6 മാസക്കാലം മുതുകാടിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ മേജിക് കാണിക്കുന്ന ആളുകളുടെ ശിഷ്യനായി ഒരാൾ ജീവിച്ചാൽ അവനും മേജിക് കാണിക്കാൻ കഴിയും. മുതുകാട് കാണിക്കുന്ന ഏറ്റവും വലിയ എസ്കേപ്പ് വിദ്യ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മുതുകാടിന്റെ ശിഷ്യനായി നടന്നവനും കാണിക്കാൻ കഴിയും. അതാണ് മേജിക്കിന്റെ പ്രത്യേകത. അതല്ല മുഅ്ജിസത്ത്. മൂസാ നബിയുടെ കൂടെ എത്ര കാലം നടന്നാലും കൂടെ നടക്കുന്നവന്റെ വടിക്ക് പാമ്പാകാൻ കഴിയില്ല. അപ്പൊ ശിഷ്യത്വം സ്വീകരിച്ചാൽ പഠിക്കാൻ കഴിയാത്തതാണ് മുഅ്ജിസത്ത്. മനസ്സിലായില്ലേ? ശിഷ്യത്വം സ്വീകരിച്ചാൽ പഠിച്ചെടുക്കാൻ കഴിയാത്തതാണ് മുഅ്ജിസത്ത്. എത്ര കാലം നടന്നാലും എത്ര കോഴ്സ് കൊടുത്താലും മൂസാ നബിക്ക് പണി അതല്ല, പഠിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഅ്ജിസത്തിന് മുഅ്ജിസത്ത് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൂസാ നബിക്ക് അങ്ങനെ ഒരു മുഅ്ജിസത്താണ് കൊടുത്തത്.
ഗ്രീക്ക് തത്വശാസ്ത്രം വികസിച്ച് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ മോഡേൺ മെഡിസിനുകളൊക്കെ രംഗത്ത് വന്നപ്പോ അവിടെ ഈസാ നബി അലൈഹിസ്സലാം പ്രബോധകനായി വരികയാണ്. ഈസാ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. അത് ഈസാ നബിയുടെ ഒരു പ്രത്യേകതയായി. കുരുടനെ സുഖപ്പെടുത്തും. കണ്ണു കാണാത്ത ആള് ഈസാ നബിയുടെ അടുത്ത് വന്ന് ഈസാ നബി ഒന്നിങ്ങനെ തടഞ്ഞാൽ അദ്ദേഹത്തിന് കാഴ്ച കിട്ടും. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗം, ചികിത്സ കാണാത്ത, ഇന്നുപോലും കണ്ടെത്താത്ത ഒരു വിഷയമാണ്, രോഗമാണ് വെള്ളപ്പാണ്ട്. അത് ഈസാ നബി ഒന്നിങ്ങനെ തടഞ്ഞാൽ അത് മാറും. അതുപോലെ ഒരാളൊരു ഭക്ഷണം കഴിച്ചു വന്നാൽ ഇന്ന ഭക്ഷണമാണ് കഴിച്ചത് എന്ന് ഈസാ നബി പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ വീട്ടില് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് ഈസാ നബി വഹ്യ മുഖേന പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ മുഅ്ജിസത്ത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമായപ്പോൾ അവിടെ മുഅ്ജിസത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മൂസാ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് സാഹിത്യമാണ്. അപ്പൊ മുഹമ്മദ് നബിക്കും അതുപോലൊരു മുഅ്ജിസത്താണ് നൽകിയത് ഖുർആൻ. ഖുർആനിലെ മുഅ്ജിസത്തുകളും ഖുർആനിലെ ഭാഷയുടെ ചാതുര്യവും ആ ഭാഷാ പ്രയോഗങ്ങളുടെ അത്ഭുതവും ഒക്കെ ഒന്നോ രണ്ടോ ഖുതുബയിലൂടെ ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള പ്രവാചകന്മാരാണ്. മെഡിസിൻ ഉണ്ടാകും, വിദ്യാഭ്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ മാസ്മരികതമായ കാര്യങ്ങൾ ഉണ്ടാകും, ഭാഷാപരമായ വളർച്ചയുണ്ടാകും, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാകും. എവിടെ എങ്ങനെ വികസിച്ചെത്തിയാലും പരിശുദ്ധ ഖുർആൻ മുന്നിട്ട് നിൽക്കണം. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഒരു മുഅ്ജിസത്തായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാർക്ക് കൊടുത്തത് മുഅ്ജിസത്ത് ആണെങ്കിൽ അവരുടെ ശരീഅത്ത് വേറൊന്നായിരുന്നു. മൂസാ നബിക്ക് ശരീഅത്ത് ഉണ്ടായിരുന്നു, അത് തൗറാത്തായിരുന്നു. ഈസാ നബിക്ക് ശരീഅത്ത് ഉണ്ടായിരുന്നു, അത് ഇഞ്ചീലായിരുന്നു. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മതവിധികൾ പിന്നെ തീരുമാനിക്കുന്നു. ശരീഅത്ത് നിയമസംഹിതകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറയില്ലേ, അവിടെ വെച്ചിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. അതാണ് ശരീഅത്ത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് മുഅ്ജിസത്തും ശരീഅത്തും കൂടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് മുഅ്ജിസത്ത് മാത്രമല്ല, അതേ മുഅ്ജിസത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും. അതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയുന്നു, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. അത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്, മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. വമുഹൈമിനൻ അലൈഹി, അതിന്മേലൊക്കെ ആധിപത്യം ചെലുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ വരവ് എന്നത്. അപ്പോ അമാനി മൗലവിയുടെ തഫ്സീർ എനിക്ക് പറയാനുള്ളത്, അമാനി മൗലവിയുടെ മലയാള തഫ്സീർ വിശദമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ മുഖദ്ദിമ, അതിന്റെ മുഖൗര, അതന്നെ 19-20 പേജ്. അതൊന്ന് വായിക്കാം. ഒരുപാട് അറിവുകൾ നമുക്കൊക്കെ ഇന്ന് അതിനൊന്നും സമയമില്ല. നമ്മളൊക്കെ നമ്മുടെ ഈ മൊബൈലിൽ കാണുന്ന ഓരോ സെക്കൻഡ് 2 സെക്കൻഡുള്ള റീലുകൾക്കാണ് നമുക്കൊക്കെ താല്പര്യം. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടൂല. നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കാനല്ലാതെ
വായനയെ നിരുത്സാഹപ്പെടുത്താനല്ലാതെ ഒന്നും നമുക്ക് കഴിയില്ല. അറിവ് ലഭിക്കണമെങ്കിൽ വായിക്കണം. ഖുർആൻ പറഞ്ഞത് അതന്നെയല്ലേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം തന്റെ മുഖദ്ദിമയിൽ സൂചിപ്പിച്ചൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ അതൊരു വലിയ സമ്പത്താണ്. ഒരാൾക്ക് അതിന്റെ അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് കിട്ടി എന്നാണ്. ഞാൻ ഇന്നലെ വായിച്ചൊരു സംഭവം, വിഷയം നോക്കിയപ്പോ വായിച്ചതാ. ഖുർആനിൽ ഞാനൊക്കെ വഴന്നു പറയണതാണ്, മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ. പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. എത്രയോ കാലം ഞാനൊക്കെ വഴന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാരും വഴന്നും പറയും. എന്താ അർത്ഥം? ഈണത്തിൽ ചൊല്ലുക. എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക എന്നർത്ഥം. അപ്പൊ ഖുർആൻ എന്ത് ചെയ്യണം? നല്ല ഈണത്തിൽ ഓതണം. അത് ഖുർആന്റെ നിയമമാണ്, സംശയമല്ല. പക്ഷെ എന്നർത്ഥം വെച്ചാലോ സമ്പത്ത് നേടുക, സമ്പന്നനാവുക. അങ്ങനെ ഒരു തഫ്സീർ പല മുഫസ്സിറുകളും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ എങ്ങനായി? മല്ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഒരാൾ സമ്പന്നനായിട്ടില്ലെങ്കിൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ആലോചിക്കൂ, അവരൊക്കെ ചിന്തിച്ചത്, തഫ്സീറുകളിൽ എഴുതി വെച്ചത്. ഖുർആൻ ഒരു വലിയ സമ്പത്താണെന്ന, ഖുർആനിന്റെ അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവന് ഒരുപാട് വലിയ മുതലാളിയാണ്. അത് കിട്ടിയവനും വലിയ ആലിമാണ്. ഖുർആനിന്റെ അറിവ് കിട്ടിയവനെയാണ് ആലിം എന്ന് പറയുക. ആലിം അതാണ്. അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം എന്ന്. അത് ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. ഖുർആനിന്റെ ആയത്തുകൾ ജീവിക്കേണ്ടത് ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിലൂടെയാണ് ആ പരിശുദ്ധ ഖുർആൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടത്. വലിയ സമ്പത്താണ് അറിവ് കിട്ടിയാൽ. മനുഷ്യന് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. മനുഷ്യന് ദുനിയാവിൽ തന്നെ വലിയ സമ്പത്തുണ്ടാകുമെന്നാണ്. വലിയ സമ്പത്തത നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ എന്ന് പറയുന്നത് എല്ലാ ധനത്തിനേക്കാളും പ്രധാനമുണ്ട് എന്നാണ്. ഇപ്പൊ WHO അത് മാറ്റിയിട്ടുണ്ട്, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാക്കിയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പൊ വിദ്യാധനം എന്ന് പറയുന്ന ധനം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആലിമാണ്. ഒരുപാട് ഇൽമുണ്ട്, ഒരുപാട് അറിവുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് ഭാഷകൾ അറിയാം, ഒരുപാട് ഡോക്ടറേറ്റുകളുണ്ട്. എങ്കിൽ ഖുർആനിനെ സംബന്ധിച്ച് ഒരു ഇൽമും അവന് ഇല്ല എങ്കിൽ അവന്റെ പേര് അറബി ഭാഷയിൽ ആലിം എന്നല്ല, സാഹിബ് ഇൽമ് എന്നാണ്. സാഹിബ് ഇൽം, അറിവുള്ളവൻ. ആലിം എന്ന് പറഞ്ഞ പണ്ഡിതൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. പണ്ഡിതൻ എന്ന് പറയുമ്പോ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകൾ അവന്റെ മനസ്സിൽ കയറിക്കോടുമ്പോഴാണ് അവരൊക്കെ ആലിമീങ്ങളായി മാറുന്നത്. വേറെ എല്ലാ ഇൽമുകളുണ്ടെങ്കിലും ആ മനുഷ്യന് പറയുന്ന പേര് ഇൽമുള്ളവൻ, അറിവുള്ളവൻ, സാഹിബു ഇൽമ്. അറബിയിൽ പണ്ഡിതൻ എന്ന് പറയില്ല. അപ്പൊ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെട്ട സമ്പത്ത് ഉണ്ടാകുമ്പോഴാണ്. എല്ലാവർക്കും കഴിയും, സിമ്പിളാണ്, പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പഠിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. അവിടെയാണ് പ്രശ്നം. ഒരു താല്പര്യത്തോടുകൂടി അത് പഠിക്കാൻ തയ്യാറായാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. പ്രായം പ്രശ്നമല്ല, അതുപോലെ തന്നെ ജോലി പ്രശ്നമല്ല. ആർക്കും ഏത് സമയത്തും എപ്പോഴും പഠിക്കാവുന്നതാണ്. അങ്ങനെ തന്നെ ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഇറങ്ങിയപ്പോ 2-3 കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്ന്, എല്ലാവരും പണ്ഡിതന്മാരായി. പണിക്ക് പോണോ അവൻ ഖുർആൻ പഠിക്കുന്നു. ആയിരുന്നവരൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇവരൊക്കെ ആരായിരുന്നു? അവർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള ആളുകളൊക്കെ പ്രവാചകനിൽ നിന്നും ആ ഖുർആൻ പഠിച്ചു. എങ്ങനെ പഠിച്ചു? വെള്ളിയാഴ്ചകളിൽ കേട്ട് പഠിച്ചു. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അവരെല്ലാവരും ഖത്തീബുമാരായിരുന്നു, അവരെല്ലാവരും ഇമാമുമാരായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പള്ളിയിൽ, ഈ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചോളി, എന്താ നിങ്ങൾക്ക് കൂടി കാട്ടുക? ആലോചിച്ചിട്ടുണ്ടോ? കമ്മിറ്റിക്കാരെ ബേജാറ് പോട്ടെ. ഇങ്ങനെ പല പള്ളികളിലും ഉണ്ടായിട്ടുണ്ട്. ആർക്കാ അതിന് കഴിയാത്തത്? ഇവിടെ വന്ന് സ്റ്റേജിൽ വന്ന് വേദിയിൽ വന്ന് ഒരു രണ്ടക്ഷരം പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എത്ര കാലമായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന് ധൈര്യമുള്ള എത്ര ആളുകളുണ്ട്? വെള്ളിയാഴ്ച ദിവസം അങ്ങനെയായിരുന്നു സഹാബികൾ ഉണ്ടായത്. അവരുടെ കാലത്തെ ഖുത്ബ അങ്ങനെയായിരുന്നു. അതിന് നിശ്ചിതമായി ആരും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണെന്നുള്ള നിലക്ക് അതൊന്ന് മിമ്പറിൽ കയറി നിന്ന് അതിന്റെ അർത്ഥം ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഇറങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞ് പോയാൽ മതി, ജുമാ വിടും. പക്ഷെ ഞാനിപ്പോ അടുത്ത് കേട്ടത് ഒന്ന് രണ്ട് പള്ളിയിൽ ഖത്തീബന്മാര് വരാൻ വൈകിട്ട് അവിടെ ളുഹർ നിസ്കരിച്ച് പിരിഞ്ഞു എന്ന് വരെ കേട്ടിട്ടുണ്ട്. പിന്നെ എവിടെ എത്തി? ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എവിടെ? നമുക്കൊരു തലമുറയെ തന്നെ മാറ്റിയെടുത്തത് ഖുർആനിന്റെ ഒരു സംസ്കാരം. നബിയുടെ ഖുത്ബ കാന യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. മിമ്പറിൽ നിന്നിട്ട് ഇന്റർനാഷണൽ കാര്യങ്ങൾ വിളിച്ചു പറയലല്ല, അതൊക്കെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഖുർആനിലെ ആയത്ത് അങ്ങനെ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. കള്ളുകുടിയന്മാരായിരുന്ന, പെണ്ണുപിടിയന്മാരായിരുന്ന, യുദ്ധക്കൊതിയന്മാരായിരുന്ന ആ ജാഹിലിയത്തിനെ അവരുടെ പേര് കേൾക്കുമ്പോ ഇന്ന് നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്. ആലോചിക്കണം. പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്ത ആളെ ഇവനെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കി ഉയർത്തിയത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമല്ല, ഈ ഖുർആൻ മനസ്സിൽ ചെലുത്തിയ മാറ്റങ്ങളാണ്. ഒരു ഉമർ നബിയുടെ സദസ്സിൽ വരും, എപ്പോഴും ഇരുന്ന് കരയും. കാരണം അന്വേഷിച്ചപ്പോൾ ആ ജാഹിലിയത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. അതൊക്കെ ഒരു മണിക്കൂർ വിശദീകരിച്ച് പറയാനുണ്ട്. ആ കുഞ്ഞിനെ അദ്ദേഹം കൊന്നു, കാരണം പെൺകുട്ടികൾ അപമാനമായിരുന്നു. ആ കുഞ്ഞിനെ കൊന്ന സംഭവം ഹർഫും ബിഹർഫ്, അക്ഷരപ്രതി നിബിതങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. ആ കുഴി കുത്തുമ്പോ തന്റെ താടി രോമത്തിലേക്ക് വീണ മണ്ണ് ആ കുട്ടി ഇങ്ങനെ തുടച്ചു കളയണത് വരെ പറഞ്ഞപ്പോ നിബിതങ്ങൾ കരഞ്ഞുപോയി. നിബിതങ്ങൾ പറഞ്ഞു, ജാഹിലിയത്തിൽ ചെയ്ത ഒരു തെറ്റിന് ഇസ്ലാമിലെങ്ങാനും ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, ശിക്ഷിക്കുമായിരുന്നു. അത്ര പോന്ന മനുഷ്യന്മാർ, യാതൊരു റഹ്മത്തും റഹ്ഫത്തും ഉണ്ടായിരുന്ന മനുഷ്യന്മാർ. ആ ആളുകള് മദീനയിൽ ചെന്നപ്പോ അൻസാരികളായ ആളുകൾ മുഹാജിറുകൾ സ്വീകരിക്കാൻ കാണിച്ചിരുന്ന തിരക്ക്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾ പോലും പട്ടിണി കിടക്കാൻ എന്നിട്ടും മറ്റുള്ളവരെ സ്വീകരിക്കാൻ അവർ കാട്ടിക്കൂട്ടി അവരുടെ റഹ്മത്തിന്റെ മനസ്സായി മാറിയത് നമ്മുടെ കയ്യിൽ ഇന്ന് കാണുന്ന പള്ളികളിൽ യഥേഷ്ടമുണ്ടാകുന്ന വീടുകളിലുള്ള മൊബൈൽ ഫോണിൽ പോലും ആപ്പുകളുള്ള ആപ്ലിക്കേഷനുകളുള്ള ആ ഒരൊറ്റ ഖുർആനാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദിൽ ഖുർആൻ അലാ ജബലിൻ, ഒരു പർവതത്തിന്റെ മുകളിലാണ് ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അത് പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ്. അത് പൊട്ടിപ്പിളർന്നു പോകുന്നു. അത്രയധികമുണ്ട്. തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഉദാഹരണം ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ചിന്തിക്കാനാണ്. ആലോചിച്ച് നോക്കൂ, ഒരു കല്ലിനാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആ കല്ലിന് മാറ്റമുണ്ടാകും. പക്ഷെ മനുഷ്യൻ കടുത്തുപോയാൽ, മനുഷ്യന്റെ മനസ്സ് കടുത്തുപോയാൽ ഖുർആൻ പറയുന്നുണ്ട്, സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, അത് കല്ല് പോലെയായി മാറുന്നതാണ്, ഉരുക്ക് പോലെയല്ല.
ഇരുമ്പ് പോലെയല്ല, കൽ ഹിജാറ, കല്ല് പോലെയാണ്. ഔ അശദ്ദ ഖസ്വാ. മനുഷ്യന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവന്റെ മനസ്സ് കടുത്തുപോകും, കല്ലിനേക്കാൾ കടുത്തുപോകും. കാരണം എന്നാ കല്ല് കുറച്ചും കൂടി ഉഷാറായിക്കാരെന്നാണ് ഖുർആൻ പറയാ. വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കല്ലില് ചിലപ്പോഴൊക്കെ കല്ല് പൊട്ടിയിട്ട് കല്ലിന്ന് ഉറവ് വരാറുണ്ട്. വ ഇന്ന മിമ്മാ ലമാ യശഖഖു. ചില കല്ലുകൾ ഇങ്ങനെ പിളർന്നു കിടക്കുന്നുണ്ടാവും. അത് അതിന്റെ ആർദ്രമായ മനസ്സാണ്. വയഖ്റുജു മിൻഹുൽ മാ. ചില കല്ലുകളൊന്ന് വെള്ളം പൊട്ടിയോ. വ ഇന്ന മിമ്മാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാനെ ഓർത്ത് നിൽക്കുന്നിടത്ത് പുഴങ്ങിച്ചാടുന്ന കല്ലുകൾ ഉണ്ടാവും. അതിനേക്കാൾ കടുപ്പമായി പോകുന്നു മനുഷ്യരുടെ ഹൃദയം. വലിയ വലിയ ഇരുമ്പ് ഫാക്ടറിയിൽ ഇരുമ്പിന്റെ അയിരുകളൊക്കെ കൂടി ഉരുക്കിയിട്ട് അത് വരുന്ന സ്ഥലത്തുണ്ടാകുന്ന ചക്ക് എന്ന് പറയില്ലേ, ആ സാധനം അത് കല്ലിൻ്റെതായിരിക്കും എന്നാണ് പഠനം. കല്ലിൻ്റെതായിരിക്കും. കാരണം അത് ഇരുമ്പിന്റെ ആക്കാൻ പറ്റൂല. ഒരു നിശ്ചിത അളവില്, ഒരു നിശ്ചിത ഊഷ്മാവില് ഇരുമ്പ് ഉരുകിപ്പോയാൽ കമ്പനി ഓടൂല. കാരണം അത് ഇരുമ്പിന്റെ വലിയൊരു സാധനമാണെങ്കിൽ ഈ ഇരുമ്പുരുകണൊക്കെ പഴയക്ക് ചെന്നാൽ അതും ഉരുകും. എന്നാ കല്ലുണ്ടല്ലോ, നിങ്ങൾ ഇരുമ്പ് എത്ര ഊഷ്മാവിൽ ചൂടാക്കിയാലും അത് കല്ലിന്റെ മുകളിലേക്ക് ഒഴിച്ചാൽ ആ കല്ലിനൊന്നും സംഭവിക്കൂല. അതാണ് കല്ല്. അള്ള വെറുതെ പറഞ്ഞല്ല. അതാ വൈന്ന മിൻഹാ, പിന്നെ അവരുടെ ഖസത് ഖുലൂബുഹും ഫഹിയ കൽ ഹിജാറ. അത് കല്ല് പോലെയായി മാറിയ. അള്ള പറയാ ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നമ്മുടെ മനസ്സൊന്ന് അലിയാൻ, മനസ്സ് നന്നാവാൻ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിസ്സാരമാകാൻ ഖുർആൻ കൊണ്ട് സമ്പന്നനായി മാറാൻ നമുക്ക് കഴിയണം. ഖുർആൻ ഒരു ദിക്റാണ്. വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക വലസൗഫ തുസ്അലൂൻ. ഖുർആൻ എന്ന് പറയുന്നത് ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്ത് അനാവശ്യത്തിലേക്ക് പോകുമ്പോഴും ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തും. ഇങ്ങോട്ട് വാ, ഇതിലേക്ക് വിളിക്കുന്നു. അത് യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅഹു. അത് ആ ഖുർആനെ പിൻപറ്റുന്ന ആളുകളെ സുബുലസ്സലാം, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുമെന്ന്. മനസ്സിനൊരു പ്രയാസം ഉണ്ടാവില്ല. കുറച്ചു നേരം ഖുർആൻ ഓതിയാൽ, ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കും. കുറച്ചു നേരം പഠിച്ചാൽ, ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിന് വലിയ മാറ്റമുണ്ടാകും, വലിയ സമ്പന്നമാകും. വിമർശിക്കുന്നവര് അവർ വിമർശിക്കട്ടെ, അറിയാത്തത് കൊണ്ട്. മാനുഷികമായ കാര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പൊ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, എന്തിലും വിമർശനം കാണുന്നവർ. പക്ഷെ നമുക്കറിയാലോ, പല ആളുകളും ഖുർആൻ വിമർശകരായിരുന്ന പല ആളുകളും ഇന്ന് ഖുർആനിന്റെ വക്താക്കളായി മാറിയിട്ടുണ്ട്. ചില അജ്ഞാനികൾ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ഇത് തന്നെയാണ് വലുതെന്ന് വിചാരിക്കുന്നവരും മാത്രമേ പരിശുദ്ധ ഖുർആനിനെ കളവാക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതൊരു ദിക്റാണ്. വലി ഖൗമിക, നിന്റെ ജനങ്ങൾക്കും അതൊരു ദിക്റാണ്. അതുകൊണ്ട് പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ദിക്റ. അല്ലാഹ് പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. എന്റെ ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു മാറിയാൽ, തിരിഞ്ഞു പോയാൽ, ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് കുടുസായ ഒരു ജീവിതമായിരിക്കും എന്നാണ്. ഖുർആനിൽ നിന്നും അകന്ന് ജീവിച്ചാൽ ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഉണ്ടാകില്ല എന്ന് അള്ളാഹു പറയുന്നു. അവിടെ ദിക്ർ എന്നതിന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചത് അൽ ഖുർആൻ എന്നാണ്. വമൻ അഅറദ അൻ ദിക്രി, ഈ ഖുർആനിൽ നിന്നും ആരെങ്കിലും തിരിഞ്ഞു പോയാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് കുടുസായ ഒരു ജീവിതമാണ് ഉണ്ടാവുക. ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സൗഭാഗ്യം ഉണ്ടാവില്ല. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക് നമ്മൾ മുന്നിട്ട് വരണം. പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക് മുന്നിട്ട് വരണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നല്ലതിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ നയിക്കുകയുള്ളൂ എന്നാണ്. ഏറ്റവും നല്ലതിലേക്ക് നയിക്കൂ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമാനി മൗലവി പറഞ്ഞ കാര്യം, ഒരു ഡോക്ടർ ഖുർആൻ നോക്കിയാൽ ഡോക്ടർക്കുള്ളത് കിട്ടും. ഒരു തൊഴിലാളി, പാവപ്പെട്ട ഒരു പണിക്കാരൻ, കൂലിപ്പണിക്കാരൻ
ഖുർആൻ ഒന്ന് പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു കർഷകൻ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഖുർആനിലെ കൃഷി നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു സാഹിത്യകാരൻ ഖുർആനെ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു അധ്യാപകൻ ഖുർആൻ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു ഡ്രൈവർ ഖുർആൻ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു പൈലറ്റ് പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു ശാസ്ത്രജ്ഞൻ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഒരു കലാകാരൻ പഠിച്ചാൽ അവൻ ആവശ്യമുള്ളത് കിട്ടും. ഇങ്ങനെ ലോകത്ത് വൈവിധ്യമായ തൊഴിൽ മേഖലയുള്ള ആളുകളൊക്കെ, ഒരു ബിസിനസ്സുകാരൻ പഠിച്ചാൽ ബിസിനസ്സുകാരുള്ളത് കിട്ടും. ഇതൊക്കെ അമാനിമൂലി കൊടുത്തിട്ടുണ്ട്. അമാനിമൂലിയുടെ അഭിപ്രായമല്ല, പല പൂർവികരായ ആളുകളും എഴുതി വെച്ചതാണ്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഏത് മേഖലയിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും ആ മേഖലയിലേക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ ഖുർആനിൽ നിന്ന് കിട്ടും. പക്ഷെ എന്ത് വേണം? ഫഹൽ മിൻ മുദ്ദക്കിർ, പഠിക്കാൻ ആളുകളുണ്ടോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് നയിക്കൂ എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് ഖുർആൻ പറഞ്ഞു തരും. വയുബശ്ശിറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. വല്ലദീന യഅമലൂന സ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. സൽക്കർമ്മത്തെ തീരുമാനിക്കേണ്ടത് ശരീഅത്താൻ. ആലോചിച്ചു, നമ്മുടെ കേരളത്തിന് ഒരു നിയമസഭ ഉണ്ട്. കേരളത്തിലെ നല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമസഭ തന്നെയാണ്. മറ്റത് നിയമലംഘനമാണ്. നമ്മുടെ ഭരണഘടന അനുവദിക്കാത്ത പ്രവർത്തനങ്ങൾ രാജ്യത്ത് ചെയ്താൽ അത് നിയമലംഘനമാണ്. പരിശുദ്ധ ഖുർആനിനും ഒരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് നിയമലംഘനമാണ്. അതുകൊണ്ട് അല്ലദീന യഅമലൂന സ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യല് നമ്മുടെ ഇഷ്ടത്തിനല്ല. സൽക്കർമ്മം തീരുമാനിക്കപ്പെടണം. നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് സർക്കാരിനെതിരുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ നന്നായി തോന്നിയേക്കാം, പക്ഷെ അത് സർക്കാരിന്റെ നിയമത്തിന്, ഒരു രാജ്യത്തിന്റെ നിയമത്തിനെതിരാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനും. നമുക്ക് ചിലപ്പം തോന്നും ഇത് നല്ലൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ശരീഅത്ത് നിയമത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന്. എന്നാലോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, അവർക്ക് ഖുർആൻ നോക്കിയിട്ട് ഒരു പരലോക ജീവിതത്തെ പറ്റിയിട്ടോ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട് എന്നതിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ടായിട്ടില്ലെങ്കിൽ അഅ്തദ്നാ ലഹും അദാബൻ അലീമ, അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷയാണ് വെച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ വരണം, അത് പഠിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, അതിന്റെ വശങ്ങളെല്ലാം, അതിൽ പറയുന്ന നിയമങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. മുഅ്മിനീനെ, ഖുർആനുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദമായി ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ആയത്ത് ഓതി, പക്ഷെ അത് വിശദീകരിച്ചിട്ടില്ല. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനം നമുക്ക് വിശദീകരിക്കാം. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്, ഏതെല്ലാം ഭാഗമാണ് അതിൽ പഠിക്കേണ്ടത്, എന്തെല്ലാം ശ്രദ്ധിക്കണം, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന്റെ ഒക്കെ മുമ്പ് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ പള്ളിയിൽ കുറച്ച് 2 മാസം ആയിട്ട് ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാം. എല്ലാ ബുധനാഴ്ചയാണ് നടക്കുന്നത്, മഗ്‌രിബിന്റെ ശേഷം. അത് നമുക്കൊക്കെ പഠിക്കാനുള്ള അവസരം. ഖുർആൻ ക്ലാസ് അത് വിശദമായി അടുത്ത ആഴ്ചയൊക്കെ പറഞ്ഞുതരാം. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു ടേസ്റ്റ്, എല്ലാറ്റിനും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു ബിസിനസ്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേ നമ്മുടെ ബിസിനസ് വിജയിക്കും. നമ്മുടെ ജോലി ഏതാണോ അതിനോട് നമുക്കൊരു അഭിരുചി ഉണ്ടാകുമ്പോഴേ അത് വിജയിക്കും. ഖുർആൻ പഠിക്കാനും അങ്ങനെ ഒരു താല്പര്യം നമുക്കുണ്ടായാൽ തീർച്ചയായും നമുക്ക് പലയിടത്തും എത്താൻ കഴിയും. ഒരു പണ്ഡിതനാവാൻ, ആലിമാകാൻ നമുക്ക് കഴിയും. നമ്മുടെ പണി എന്തായാലും നമ്മൾ അറിവുള്ള ആള് എന്നതിനേക്കാൾ ഉപരി ഒരു ആലിം എന്ന രൂപത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും.
നല്ല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ നിന്നോ പിന്നെ ഗൂഗിളിൽ നിന്നൊന്നും പഠിച്ചാല് അതൊന്നും പഠനാവൂല. അത് പഠനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഉസ്താദിൽ നിന്ന് തന്നെ പഴയകാല ഗുരുകുല വിദ്യാഭ്യാസം മുതൽ തുടങ്ങിയിട്ട് ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വരെ നിലനിർത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം ഇവിടെ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഇനിയിപ്പോ ഞാൻ ഇത്രയും പ്രായമായിട്ട് ഇതൊക്കെ പഠിക്കാൻ പോണതിൽ അർത്ഥം എന്നോ ചിലരൊക്കെ പറഞ്ഞാൽ ഓലിങ്ങ ചിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിബിതങ്ങൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങുന്നത് 40 വയസ്സായിട്ടാണ്. അപ്പൊ ഖദീജ ബീവിക്ക് എത്രയായിട്ടുണ്ടാവും? പിന്നെ കൂടാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? അവർ 55 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അവർ റിട്ടയർമെന്റ് പ്രായത്തിലാണ്. അപ്പൊ നമ്മൾ പ്രായമായതോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ പ്രായമായി അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ പഠിക്കുക, നമുക്കൊക്കെ എപ്പോഴും പലപ്പോഴും ഉള്ളത് ആ മദ്രസന്ന് ആരും ചെറുതായി കാണില്ല, പല കാര്യത്തിലും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദീനി രംഗത്ത് നമുക്ക് പലപ്പോഴും പഴയ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും മാത്രമാണ്. ഒരു അറിവ് അതുമായി സ്വായത്തമാക്കി വെക്കാൻ വേണ്ടി വന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ, ഒന്നുമില്ലെങ്കിൽ പരലോകത്ത് ഉപകാരപ്പെടാൻ, കുറച്ചെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് നമ്മളൊക്കെ. ഞാനൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആ ഇമാമുകളെക്കാൾ അവർക്ക് കുറച്ച് ഓതാൻ കഴിയും. ഹിഫ്ള് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഒരു മൊബൈല് വന്നപ്പോ ആ മൊബൈല് എത്ര പെട്ടെന്നാണ്, ഏത് ഉമ്മാമാർക്കാണ് ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കാൻ വയ്യാത്ത? മൊബൈൽ പോട്ടെ, ടച്ച് ഫോൺ ഉപയോഗിക്കാൻ വയ്യാത്ത, യൂട്യൂബ് എടുക്കാൻ വയ്യാത്ത, ഫേസ്ബുക്ക് നോക്കാൻ വയ്യാത്ത ഉമ്മാമമാര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എത്ര പെട്ടെന്നാണ്! ഒരു 5-6 കൊല്ലം കൊണ്ട് അവരതൊക്കെ പഠിച്ചെടുത്തു, വളരെ വിദഗ്ധരായി അതില്. പക്ഷെ കാലാകാലം നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ അതൊന്ന് നോക്കാൻ, അതിലൊരു ആയത്ത് നോക്കാൻ, അതിലൊരു തെറ്റ് ശരി കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിലെ മനസ്സിലാക്കിയടുത്തുള്ള തെറ്റ് ശരി കണ്ടെത്താൻ ഖുർആനിലല്ല. ഒരു ചിന്ത നമ്മൾ തുടങ്ങി വെച്ചാൽ, മാനസികമായി നമ്മൾ തയ്യാറായാൽ, അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ, പഠിക്കാൻ ആരുണ്ട്? അതിന്റെ ഒരു ജവാബ് ഞങ്ങളുണ്ട് എന്നായിരിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم